ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തുമുഅ്മിനീങ്ങളെ, അൽഹംദുലില്ലാ സുമ്മ അൽഹംദുലില്ലാ, പരിശുദ്ധമായ റമളാനു ഷരീഫിന്റെ ചാരത്ത് നമ്മളൊക്കെ എത്തി നിൽക്കുകയാണ്. അതുകൊണ്ട് ഇന്നത്തെ മജ്ലിസിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് 4 കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം, റമളാനു ഷരീഫിന്റെ മാസപ്പിറവി കണ്ടു കഴിഞ്ഞാൽ നാം ചെയ്യേണ്ട 8 കാര്യങ്ങളാണ്. രണ്ടാമത്തെ കാര്യം, പരിശുദ്ധമായ റമളാനു ഷരീഫിന്റെ നോമ്പിന്റെ നിയ്യത്തുകളെ കുറിച്ചാണ്. അതുപോലെ തന്നെ മൂന്നാമത്തെ കാര്യം, റമളാനു ഷരീഫിൽ നാം അധികരിപ്പിക്കേണ്ട ദിക്റുകളാണ്. നാലാമത്തെ കാര്യം, മെൻസസ് ഉള്ള സ്ത്രീകൾ നോമ്പ് കാലങ്ങളിൽ എന്താണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലത് പഠിക്കാനും മനസ്സിലാക്കാനുമുള്ള തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അഊദു ബികലിമാത്തില്ലാഹി തമ്മാതി മിൻ ശർരി മാ ഖലഖ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തുമുഅ്മിനീങ്ങളെ, നിങ്ങളെ എല്ലാവരെയും നമ്മളെ മജ്ലിസിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ ആഖിബത്ത് നന്നാക്കി തരുമാറാകട്ടെ. നമ്മളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും അള്ളാഹു അകറ്റിത്തരട്ടെ, ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് നമ്മളെ ചാനലിൽ ദിക്ർ ദുആ മജ്ലിസ് ഉണ്ടാകും. അതിൽ എല്ലാവരും ഇവിടുന്ന് അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ പങ്കെടുക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ, നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള മനസ്സ് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ള മുത്തു മുഅ്മിനീങ്ങളെ, അൽഹംദുലില്ലാ സുമ്മ അൽഹംദുലില്ലാ, നമ്മളൊക്കെ പ്രതീക്ഷിച്ചതുപോലെ പരിശുദ്ധമായ റമളാൻ ഷരീഫിന്റെ ചാരത്ത് നമ്മളൊക്കെ എത്തിയിരിക്കുകയാണ്. പരിശുദ്ധമായ റജബ് മാസം വന്നപ്പോൾ ആദ്യത്തെ രാത്രി തന്നെ നമ്മൾ ദുആ ചെയ്യാൻ തുടങ്ങിയത് അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. ല്ലേ, നമ്മളെല്ലാവരും ദുആ ചെയ്തു, അല്ലാഹുവേ റജബിലും ശഅബാനിലും ബർക്കത്ത് നൽകണേ, അതുപോലെ വബല്ലിഗ്നാ റമളാൻ, റമളാനു ഷരീഫിലേക്ക് ഞങ്ങളെ എത്തിക്കണേ അല്ലാഹ്. ഈ പ്രാർത്ഥന നമ്മളെല്ലാവരും നിരന്തരമായി പ്രാർത്ഥിച്ചിട്ടുണ്ട്. നമ്മളെ മജ്ലിസിൽ തന്നെ ഒരുപാട് പ്രാവശ്യം പല വട്ടങ്ങളായി നമ്മൾ ദുആ ചെയ്തിട്ടുണ്ട്. ആ ദുആയുടെ ഫലമായി നമ്മളൊക്കെ പരിശുദ്ധമായ റമളാനു ഷരീഫിന്റെ ചാരത്ത് എത്തിയിരിക്കുകയാണ്. പല രാജ്യങ്ങളിലും ഇന്ന് റമളാൻ 1 ഇൻഷാ അല്ലാഹ് ഇന്നത്തെ രാത്രി മാസം കണ്ടാൽ നമ്മൾക്ക് നാളെ പരിശുദ്ധമായ റമളാനു ഷരീഫ് 1 അല്ലാഹു റമളാനു ഷരീഫിൽ ധാരാളം ഇബാദത്ത് ചെയ്യാനും ദിക്ർ ചൊല്ലാനുമുള്ള തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, ഇന്നത്തെ മജ്ലിസിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് 4 കാര്യങ്ങളാണ്. കാരണം നമ്മൾ റമളാനു ഷരീഫിന്റെ ചാരത്ത് എത്തി നിൽക്കുകയാണ്. അതുകൊണ്ട് 4 കാര്യങ്ങൾ നിർബന്ധമായി നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഒന്നാമത്തെ കാര്യം, പരിശുദ്ധമായ റമളാനു ഷരീഫിന്റെ മാസപ്പിറവി കണ്ടു കഴിഞ്ഞാൽ നാം ആദ്യം എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ പരിശുദ്ധമായ റമളാനു ഷരീഫിന്റെ നോമ്പിന്റെ നിയ്യത്തുകൾ എങ്ങനെയാണ്, ഇത് കൃത്യമായി നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ റമളാൻ 1 മുതൽ ആദ്യത്തെ രാത്രി മുതൽ റമളാൻ അവസാനം വരെ നമ്മൾ പതിവാക്കേണ്ട അത്ഭുതകരമായ ചില ദിക്റുകളുണ്ട്, സൂറത്തുകളുണ്ട്. അതുപോലെ തന്നെ മെൻസസ് ഉള്ള ഉമ്മമാര്, സഹോദരിമാര് നോമ്പനുഷ്ഠിക്കാൻ പറ്റാത്ത സമയത്ത് എന്താണ് അവർ ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് നമ്മൾക്ക് പഠിക്കാം. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. എൻ്റെ പ്രിയമുള്ള മുത്തു മുഅ്മിനീങ്ങളെ, റമളാൻ മാസം കണ്ടു എന്നറിഞ്ഞാൽ ഒന്നാമതായി നമ്മൾ ചെയ്യേണ്ടത് അൽഹംദുലില്ലാഹ്. എങ്ങനെ പറയാ? അൽഹംദുലില്ലാഹ് അൽഫ മർറ എന്ന് നമ്മൾ പറയണം. കാരണം 2 മാസമായി നിരന്തരമായി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്, ബല്ലിഗ്നാ റമളാൻ, റമളാനിലേക്ക് ഞങ്ങൾ എത്തിക്കണേ അല്ലാഹ്, റമളാനിലേക്ക് നമ്മൾ എത്തിക്കണേ അല്ലാഹ്. നമ്മൾ നിരന്തരമായി ദുആ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ മാസപ്പിറവി കണ്ടു എന്നറിഞ്ഞാൽ ആദ്യമായി നമ്മൾ അൽഹംദുലില്ലാഹ് അൽഫ മർറ, അൽഹംദുലില്ലാഹ് അൽഫ മർറ എന്ന് 3 പ്രാവശ്യം പറയുക. അതിനുശേഷം നമ്മൾ പറയേണ്ട ഒരു പ്രാർത്ഥനയുണ്ട്. ഈ പ്രാർത്ഥന നമ്മൾ ഈ മാസം തുടക്കത്തിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ, മാസപ്പിറവി കണ്ടു എന്നറിഞ്ഞ് കൊണ്ട് നമ്മൾ ദുആ ചെയ്തു കഴിഞ്ഞാൽ ആ മാസത്തിലെ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ മാറും. നല്ല ആരോഗ്യത്തോടുകൂടെ നോമ്പനുഷ്ഠിക്കാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമെന്നുള്ളതാണ്. ഏതാണ് ആ പ്രാർത്ഥന? അല്ലാഹു അക്ബർ അല്ലാഹുമ്മ അഹില്ലഹു അലൈനാ ബിൽ അംനി വൽ ഈമാനി വസ്സലാമത്തി വൽ ഇസ്ലാമി വത്ത
വത്തൗഫീഖി ലിമാ തുഹിബ്ബു വതർലാ റബ്ബുനാ വറബ്ബുകല്ലാഹ്. ഒന്നുകൂടെ ശ്രദ്ധിച്ചോളിയും. അല്ലാഹു അക്ബർ. അല്ലാഹുമ്മ അഹില്ലഹു അലൈനാ ബിൽ അംനി വൽ ഈമാനി വസ്സലാമതി വൽ ഇസ്ലാമി വത്തൗഫീഖി ലിമാ തുഹിബ്ബു വതർലാ റബ്ബുനാ വറബ്ബുകല്ലാഹ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കണം. അതിനുശേഷം എൻ്റെ പ്രിയമുള്ള മുത്തുമുഅ്മിനീങ്ങളെ, തറാവീഹ് നിസ്കാരമൊക്കെ ഉണ്ടാകും. ആ തറാവീഹ് നിസ്കാരം കൃത്യമായി ഒന്നാമത്തെ രാത്രി തന്നെ നമ്മൾ തുടങ്ങണം. അതിൽ യാതൊരുവിധ വിട്ടുവീഴ്ചയും നമ്മൾ കാണിക്കാൻ പാടില്ല. ഒന്നാമത്തെ രാത്രി തന്നെ നമ്മൾ മടി കാണിക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഒന്നാമത്തെ രാത്രി പ്രത്യേകം സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യണം. സൂറത്തുൽ മുൽക്ക് ഒരു പരിചയമാണ്, അത് രക്ഷയാണ്, അത് കാവലാണെന്ന് മഹാനായ നബിതങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. തറാവീഹ് നിസ്കരിക്കണം ഉസ്താദെ, പിന്നെ സൂറത്തുകൾ ഓതണം. ഇനി നമ്മൾക്ക് വിശ്രമമില്ലാത്ത ഇബാദത്ത് ചെയ്യേണ്ട സമയങ്ങൾ. ഒരിക്കലും നമ്മൾ ഇനി വിശ്രമിക്കരുത്, ഇബാദത്തിലായി മുഴുകണം. കാരണം ഒരു ഇബാദത്തിന്, ഒരു നന്മക്ക് ഇരട്ടി പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന പുണ്യങ്ങളുടെ പൂക്കാലമായ മാസമാണ് പരിശുദ്ധമായ റമളാൻ ശരീഫ്. അപ്പൊ സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുക. അതുപോലെ തന്നെ സൂറത്തുൽ ഖദർ ഇന്നത്തെ രാത്രി മുതൽ ഇനിയുള്ള ദിവസങ്ങളിൽ നിരന്തരമായി പാരായണം ചെയ്യുക. സൂറത്തുൽ ഖദറിലെ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ. ലൈലത്തുൽ ഖദറിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം നമ്മളെ പരിചയപ്പെടുത്തിയ സൂറത്താണ് സൂറത്തുൽ ഖദർ. അത് നിരന്തരമായി നമ്മൾ പാരായണം ചെയ്താൽ മഹത്തുക്കൾ പറയുന്നു അവനക്ക് ലൈലത്തുൽ ഖദറിന്റെ മഹത്വം ലഭിക്കുമെന്ന്. അതുപോലെ തന്നെ സൂറത്തുൽ ഫലഖ് നമ്മൾ ഇതൊക്കെ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. സൂറത്തുൽ ഫലഖ്, അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് വമിൻ ശർരി ഗാസികിൻ ഇദാ വഖബ്. ഈ സൂറത്തും ഇന്നത്തെ രാത്രി മുതൽ നമ്മൾ നിരന്തരമായി പാരായണം ചെയ്യുക. അതുപോലെ തന്നെ മഹത്തുക്കൾ പറഞ്ഞിട്ടുണ്ട് സൂറത്തുൽ ഫത്ഹ് പാരായണം ചെയ്യുക. സൂറത്തുൽ ഫത്ഹ് എന്ന് പറഞ്ഞാൽ നമ്മളെ ജീവിതത്തിൽ പതിവാക്കി കഴിഞ്ഞാൽ ഒട്ടനവധി അനുഗ്രഹങ്ങൾ അള്ളാഹു നമുക്ക് ചെയ്തു തരുമെന്നുള്ളതാണ്. നമ്മളെ ആവശ്യങ്ങളൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല പൂർത്തീകരിച്ച് നൽകുന്നുണ്ട്. മഹാന്മാര് പറയുന്നത് റമളാൻ മാസപ്പിറവി കണ്ടു എന്നറിഞ്ഞാൽ ആദ്യത്തെ രാത്രി ചെയ്യേണ്ടത് എന്താണ്? സൂറത്തുൽ ഫത്ഹ് പാരായണം ചെയ്യലാണ്. മഹാന്മാര് പറയുന്നു സൂറത്തുൽ ഫത്ഹ് സുന്നത്ത് നിസ്കാരത്തിലാണ് പാരായണം ചെയ്യുന്നത്. 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുമ്പോൾ അതിൽ ഫാത്തിഹ കഴിഞ്ഞാൽ പിന്നെ സൂറത്ത് ഓതണമല്ലോ. ആ സൂറത്തിന്റെ സമയത്ത് നമ്മൾ സൂറത്തുൽ ഫത്ഹ് ഓതണമെന്ന് മഹാനായ നബി തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ പാരായണം ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ ജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെ മാറും. ഒരു കൊല്ലം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് കാവൽ നൽകുകയാണ്. ഇത് പറയുമ്പോൾ പല ഉമ്മമാരും ഇപ്പോൾ ചോദിക്കേണ്ട ഉസ്താദെ, സൂറത്തുൽ ഫത്ഹ് വലിയ സൂറത്താണ്, അത് ഞങ്ങൾക്കൊന്നും കാണാതെ അറിയില്ല. ഞങ്ങൾക്ക് ആകെ ഖുൽ ഹുവല്ലാഹു അഹദും ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖും സൂറത്തുൽ ദുഹ തുടങ്ങിയ ചെറിയ സൂറത്തുകളാണ് ഞങ്ങൾക്ക് കാണാതെ അറിയുക. ഞങ്ങളിപ്പോൾ എങ്ങനെയാണ് സുന്നത്ത് നിസ്കാരത്തിൽ ഈ സൂറത്തുൽ ഫത്ഹ് ഓതുക എന്ന് പല ഉമ്മമാർക്കും സംശയം ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ, അങ്ങനെ കാണാതെ അറിയാത്ത ഉമ്മമാരുണ്ടെങ്കിൽ ബറക്കത്തിന് വേണ്ടി ഇൻഷാ അല്ലാഹ് ഇന്നത്തെ രാത്രി ഒരു പ്രാവശ്യമെങ്കിലും സൂറത്തുൽ ഫത്ഹ് പാരായണം ചെയ്യുക. നിസ്കാരത്തിലല്ലാതെ ഒരു പ്രാവശ്യമെങ്കിലും സൂറത്തുൽ ഫത്ഹ് പാരായണം ചെയ്യുക. ഇനി സൂറത്തുൽ ഫത്ഹ് നിസ്കാരത്തിൽ സൂറത്ത് ഓതുന്ന സമയത്ത് പാരായണം ചെയ്യാൻ കഴിയുന്ന ആളുകളുണ്ടെങ്കിൽ അങ്ങനെ ഓതാം, അതാണ് ഏറ്റവും നല്ലത്. ഏത് സുന്നത്ത് നിസ്കാരാണെന്ന് ചോദിച്ചാൽ വെറും 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക. അല്ലാഹു തആലക്ക് വേണ്ടി 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാൻ ഞാൻ കരുതുന്നു എന്ന് പറഞ്ഞ് നിയ്യത്ത് വെച്ച് 2 റക്അത്ത് നിസ്കരിക്കുക. അതിൽ ഒന്നാമത്തെ റക്അത്തിൽ സൂറത്തുൽ ഫത്ഹ് ഓതിക്കോ, രണ്ടാമത്തെ റക്അത്തിലും സൂറത്തുൽ ഫത്ഹ് ഓതാൻ കഴിയുമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അതിനൊന്നും വിരോധമില്ല. അല്ലാഹു ഓതാല തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അതുപോലെ തന്നെ ഇന്നത്തെ രാത്രി മുതൽ ധാരാളം നമ്മൾ ദുആ ചെയ്യേണ്ടതുണ്ട്. കാരണം ദുആക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇജാബത്ത് നൽകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു രാത്രിയാണ് ഒന്നാമത്തെ രാത്രി തന്നെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ ധാരാളം ദുആ. ഇതൊക്കെ മാസം കണ്ടു എന്നറിഞ്ഞാലാണ് കേട്ടോ. നമ്മളെ കേരളത്തിൽ നിന്ന് മാസം കാണുമല്ലോ എന്നുള്ള സംശയമാണ്. ചിലപ്പോൾ നാളെ ആയിരിക്കും കാണാം. മാസം കണ്ടു എന്നറിഞ്ഞാൽ നമ്മൾ ധാരാളം ദുആ ചെയ്യുക. നമുക്കൊരുപാട് കാര്യങ്ങൾ അള്ളാഹുവിനോട് പറയാണ്ടാകും. അതൊക്കെ മലയാളത്തിൽ പറഞ്ഞാൽ മതി. അറബിയിൽ ദുആ ചെയ്യാൻ കഴിയുന്ന ആളുകൾ അറബിയിൽ ദുആ ചെയ്യുക. റബ്ബനാ അതിനാ ഫിദ് ദുനിയ ഹസന, അതൊക്കെ ദുആ ചെയ്യാം. അല്ലാഹുമ്മ അജിർനി മിനന്നാർ, അത് ദുആ ചെയ്യാം. അങ്ങനെ നമ്മൾക്കറിയുന്ന രൂപത്തിൽ ധാരാളം പ്രാർത്ഥിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം നമ്മളെ പ്രാർത്ഥനയ്ക്ക് ഇജാബത്ത് നൽകുകയാണ്. അതുപോലെ തന്നെ തറാവീഹ് നിസ്കാരം നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല. ഒന്നാമത്തെ ദിവസം തന്നെ നമ്മൾ മടി കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇങ്ങനെ മടിയന്മാരായി പോകും. തറാവീഹ് നിസ്കാരത്തിന്, ഓരോ തറാവീഹ് നിസ്കാരത്തിനും വ്യത്യസ്തങ്ങളായ പ്രതിഫലമുണ്ടെന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും മഹത്തുക്കളും വളരെ കൃത്യമായി നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പ്രത്യേകം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ഈ ഇന്നത്തെ രാത്രി മുതൽ നമ്മൾ ചെയ്യേണ്ടത്, എല്ലാ രാത്രിയും റമളാൻ മാസത്തിന്റെ എല്ലാ രാത്രിയും നമ്മൾ നിയ്യത്ത് വെക്കണം. നിയ്യത്ത് ഒരിക്കലും മറക്കാൻ പാടില്ല.
റമദാനിക്ക് നീയത്ത് വെക്കണം. നീയത്ത് വെച്ചിട്ടില്ലെങ്കിൽ നോമ്പ് ശരിയാവൂല. അതങ്ങനെ തന്നെയാണ് നിസ്കാരമൊക്കെ. നീയത്ത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അമലുകൾ സ്വീകരിക്കുന്നത് നീയത്ത് കൊണ്ടാണ്. നീയത്തില്ലെങ്കിൽ അല്ലാഹു ഒന്നും സ്വീകരിക്കൂല. അതുകൊണ്ട് രാത്രികാലങ്ങൾ നീയത്ത് വെക്കാൻ ഒരിക്കലും നമ്മൾ മറക്കരുത്. എങ്ങനെയാണ് നീയത്ത് വെക്കേണ്ടത്? നവൈതു സൗമ ഗദിൻ അൻ അദാഇ ഫർളി റമളാനി ഹാദി സനതി ലില്ലാഹി തആല. എങ്ങനെയാണ്? നവൈതു സൗമ ഗദിൻ അൻ അദാഇ ഫർളി റമളാനി ഹാദി സനതി ലില്ലാഹി തആല. ഈ വർഷത്തെ റമളാനിൽ നിന്നുള്ള നാളത്തെ ഫർള് നോമ്പിനെ അല്ലാഹു തആലാക്ക് വേണ്ടി അദാ ആയി നോറ്റുവീട്ടുവാൻ ഞാൻ കരുതി. അങ്ങനെ ഈ വർഷത്തെ റമളാനിൽ നിന്നുള്ള നാളത്തെ ഫർള് നോമ്പിനെ അല്ലാഹു തആലാക്ക് വേണ്ടി അദാ ആയി നോറ്റുവീട്ടുവാൻ ഞാൻ കരുതി എന്ന് നീയത്ത് ഓരോ രാത്രിയിലും വെക്കേണ്ടതുണ്ട്. അവരെ കിതാബുകൾ പഠിപ്പിച്ചതായി കാണാം. ഒന്നാമത്തെ രാത്രി തന്നെ നമ്മൾ 2 നീയത്ത് വെക്കണം. ഒന്നാമത്തെ നീയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ നീയത്ത് നവൈതു സൗമ ഗദിൻ അൻ അദാഇ ഫർളി റമളാനി ഹാദി സനതി ലില്ലാഹി തആല. രണ്ടാമത്തെ നീയത്ത് ഈ മാസം മുഴുവനും അല്ലാഹു തആലാക്ക് വേണ്ടി നോമ്പനുഷ്ഠിക്കാൻ ഞാൻ കരുതി എന്ന് നീയത്ത് വെക്കൽ ശക്തിയായ സുന്നത്തുണ്ട്. ഇത് ആദ്യത്തെ രാത്രി വെക്കേണ്ടതാണ്, രണ്ടാമത്തെ രാത്രിയല്ല. മാസം കണ്ടു എന്നറിഞ്ഞാൽ അപ്പോൾ വെക്കേണ്ട നീയത്താണ്. ഈ നീയത്ത് എന്തിനാ വെക്കുന്നതെന്ന് ചോദിച്ചാൽ, ഏതെങ്കിലും ഒരു ദിവസം നമ്മൾ നീയത്ത് മറന്നു കഴിഞ്ഞാൽ മാലിക്കി മദ്ഹബ് പ്രകാരം ആദ്യത്തെ രാത്രി തന്നെ എല്ലാ നോമ്പിനും നീയത്ത് വെക്കാം. അത് മാലിക്കി മദ്ഹബ് പ്രകാരമാണ്. മാലിക്കി മദ്ഹബ് പ്രകാരം നമ്മൾക്ക് ഏതെങ്കിലും ദിവസത്തെ നീയത്ത് നമ്മൾ മറന്നു കഴിഞ്ഞാൽ ആ നോമ്പ് പരിഗണിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യത്തെ രാത്രി ഈ മാസം മുഴുവനും ഞാൻ നോമ്പ് അനുഷ്ഠിക്കാൻ കരുതുന്നു എന്ന് കരുതാൻ മഹാന്മാർ പഠിപ്പിക്കാനുള്ള കാരണം. നമ്മൾ ഷാഫി മദ്ഹബുകാരാണ്. എല്ലാ ദിവസവും നമ്മൾ നീയത്ത് വെക്കണം. അതൊരിക്കലും മറക്കാൻ പറ്റൂല. ഇനി മറന്നു കഴിഞ്ഞാലുള്ള പരിഹാരമാണ് മഹത്തുക്കൾ നമ്മളെ പഠിപ്പിച്ചത്. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ഈ പറഞ്ഞ കാര്യം മനസ്സിലായിട്ടില്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് കമന്റിൽ ചോദിച്ചാൽ ഞാൻ കൃത്യമായി പഠിപ്പിച്ചു തരുന്നതാണ്. നമ്മൾ നീയത്ത് മറന്നു, അപ്പം എന്താ ചെയ്യുക? ഒന്നാമത്തെ രാത്രി ഈ മാസം മുഴുവനും ഞാൻ നോമ്പ് അനുഷ്ഠിക്കുന്നു എന്ന് നീയത്ത് വെച്ചിട്ടില്ല. രാത്രി നീയത്ത് വെക്കാനും നമ്മൾ മറന്നു. അപ്പം എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ നോമ്പുകാരനെ പോലെ നമ്മൾ നടക്കണം. നമ്മളിങ്ങനെ ഭക്ഷണം കഴിക്കുക, ഇങ്ങനെ അങ്ങാടിയിലോ നമ്മൾ ചായ കുടിക്കുക, മുട്ടായി കഴിക്കുക, അതുപോലെ തന്നെ മക്കളുടെ ഇടയിൽ നോമ്പുകാരുടെ ഇടയിലൊക്കെ നമ്മളിങ്ങനെ ചായ കൊടുക്കുകയും ഭക്ഷണം കഴിക്കുകയും ചെയ്യാൻ പാടില്ല. അത് കടുത്ത ഹറാമാണ്. നമ്മൾ നോമ്പുകാരനെ പോലെ നടക്കണം. ഇംസാക്ക് അതിന് അറബിയിൽ പറയുക. അങ്ങനെ നമ്മൾ ജീവിച്ചാൽ നോമ്പനുഷ്ഠിച്ചതിൻ്റെ കൂലി അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. റമളാൻ കഴിഞ്ഞാൽ ആ നീയത്ത് മറന്ന ദിവസത്തെ നോമ്പ് നമ്മൾ ഖളാ വീട്ടൽ നിർബന്ധവുമാണ് എന്ന് പ്രത്യേകം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ഒരുപാട് ഉമ്മമാർ പറയുന്ന സങ്കടമാണ്, ഉസ്താദെ ചിലപ്പോൾ നോമ്പ് തുടക്കത്തിലായിരിക്കും ഞങ്ങൾക്ക് മെൻസസൊക്കെ ഉണ്ടാകുക, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് പലരും ചോദിക്കാറുണ്ട്. ആ ഉമ്മമാരോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്കും ഇംസാക്ക് സുന്നത്താണ്. നോമ്പ് കാരിയെ പോലെയാണ് നിങ്ങൾ ജീവിക്കേണ്ടത്. കുട്ടികളുടെ ഇടയിലൊക്കെ കടന്നിട്ട് ഇങ്ങനെ ഭക്ഷണം കഴിക്കുക, ചായ കുടിക്കുക, മെൻസസാണ്, ക്ഷീണമുണ്ടാകും, പ്രയാസങ്ങളുണ്ടാകും, വേദനയൊക്കെ ഉണ്ടാകും. അപ്പോൾ ഒരു റൂമിൽ പോയിട്ട് ഇന്ന് ഭക്ഷണം കഴിക്കുക, മരുന്ന് കഴിക്കുകയൊക്കെ ചെയ്യുക. അല്ലാതെ എല്ലാവരുടെയും ഇടയിൽ ഇങ്ങനെ ഭക്ഷണം കഴിക്കുക, ചായ കുടിച്ചും കിടക്കുക, നോമ്പിലോലും ഇങ്ങനെ വള്ളർക്കിക്കൊണ്ടിരിക്കും. അപ്പം ആ ഒരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അതുപോലെ തന്നെ മെൻസസ് ഉള്ള ഉമ്മമാർക്ക് നോമ്പനുഷ്ഠിക്കാനേ പറ്റാത്തതുള്ളൂ. പരിശുദ്ധമായ ദിക്റുകൾ ചെല്ലാം, സ്വലാത്തുകൾ ചെല്ലാം, പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കാം. ഖുർആൻ ഓതാൻ പാടില്ല. മെൻസസ് ഉള്ള ഉമ്മമാർക്ക് ഖുർആൻ ഓതാൻ പാടില്ല. ബാക്കിയുള്ള ദിക്റുകൾ ചെല്ലാലോ. അതുപോലെ തന്നെ സ്വലാത്തുകൾ ചെല്ലാം. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലാം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തുടങ്ങിയ സ്വലാത്തുകൾ ചെല്ലാം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ നമ്മളൊരു നോമ്പുകാരിയെ പോലെ നമ്മൾ നോമ്പുകാലത്ത് നിൽക്കണം. മെൻസസ് ഉണ്ട് എന്ന് കരുതി, എനിക്ക് നോമ്പില്ല എന്ന് കരുതി ഭക്ഷണം കഴിച്ച് ദിക്റ് ചെല്ലാതെ സ്വലാത്ത് ചെല്ലാതെ ഒരിക്കലും നമ്മളെ സമയം നമ്മൾ പാഴാക്കാൻ പാടില്ല. അതുപോലെ തന്നെ റമളാൻ ഷരീഫിനെ മഹാനായ നബി തങ്ങൾ നമ്മളെ പരിചയപ്പെടുത്തിയത് ഒന്നാമത്തെ 10, രണ്ടാമത്തെ 10, മൂന്നാമത്തെ 10 എന്നുള്ളതാണ്. ഒന്നാമത്തെ 10 നമ്മൾ നിരന്തരമായി പ്രാർത്ഥിക്കേണ്ടത് അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റഹീമീൻ, അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റഹീമീൻ. ഇത് നിരന്തരമായി നമ്മൾ പ്രാർത്ഥിക്കണം. നിസ്കാരത്തിൻ്റെ ശേഷമല്ല, എല്ലാ സമയത്തും നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അള്ളാഹിൻ്റെ റഹ്മത്ത് ചോദിക്കാണ്. പ്രത്യേകിച്ച് നല്ല ചൂട് കാലൊക്കെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഴ നൽകി നമ്മൾ അനുഗ്രഹിക്കട്ടെ, തണുപ്പ് നൽകി അള്ളാഹു നമ്മയൊക്കെ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഒന്നാമത്തെ പ്രാർത്ഥന ഒന്നാമത്തെ 10 അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റഹീമീൻ എന്ന് നിരന്തരമായി പ്രാർത്ഥിക്കുക. അതുപോലെ രണ്ടാമത്തെ 10 അല്ലാഹുമ്മ ഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ, അല്ലാഹുമ്മ ഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ. മൂന്നാമത്തെ 10 അല്ലാഹുമ്മ അത്ഖിനി മിനൻ നാർ വഅദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ. എന്താ? അല്ലാഹുമ്മ അത്ഖിനി മിനൻ നാർ വഅദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ. അതോടൊപ്പം തന്നെ അവസാനത്തെ
സന്ദർഭത്തിൽ അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്ന് ചൊല്ലാൻ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അതുപോലെ തന്നെ ഒന്നാമത്തെ പത്തിലും രണ്ടാമത്തെ പത്തിലും മൂന്നാമത്തെ പത്തിലും നിരന്തരമായി റസൂലുള്ള പ്രാർത്ഥിക്കാൻ പറഞ്ഞ മറ്റൊരു പ്രാർത്ഥനയാണ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. ഈ കാര്യങ്ങളൊക്കെ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് രാവിലെ 6 മണിക്ക് നമ്മളെ മജ്ലിസിൽ ദിക്ർ ദുആ പ്രാർത്ഥന മജ്ലിസ് ഉണ്ടാകും. എല്ലാവരും അതിൽ പങ്കെടുക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാ അല്ലാഹ് നാളെ 1 മണിക്ക് തറാവിനെ കുറിച്ചുള്ള ക്ലാസ് ആയിരിക്കും. അതും എല്ലാവരും കേൾക്കണം. ഇൻഷാ അല്ലാഹ് രാവിലെ 6 മണിക്കുണ്ടാകും. ഉച്ചക്ക് 1 മണിക്കും നമ്മളെ ക്ലാസ് ഉണ്ടായിരിക്കും. നാളെ ഉച്ചക്ക് 1 മണിക്ക് ഇൻഷാ അല്ലാഹ് തറാവിനെ കുറിച്ചായിരിക്കും. ഒരുപാട് ആളുകൾക്ക് തറാവിനെ കുറിച്ച് ഒരുപാട് സംശയങ്ങളുണ്ട്. ഒരുപാട് ആളുകൾ തറാവി നിസ്കരിക്കുമ്പോൾ ഒരുപാട് അബദ്ധങ്ങൾ സംഭവിക്കാറുണ്ട്. അതൊക്കെ ചൂണ്ടിക്കാട്ടിയിട്ടുള്ള ഒരു ക്ലാസ് ആയിരിക്കും. എല്ലാവരും അതിൽ പങ്കെടുക്കുക. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അനേകായിരം ആളുകൾ ഞങ്ങളെ മജ്ലിസിൽ ദുആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട്. റബ്ബേ, എല്ലാവരുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും നീ അകറ്റി കൊടുക്കണം റഹ്മാനെ. ഈമാൻ നൽകണേ അല്ലാഹ്, സമാധാനം നൽകണേ അല്ലാഹ്, റാഹത്ത് നൽകണേ അല്ലാഹ്, കഷ്ടപ്പാടുകൾ അകറ്റിത്തരണേ അല്ലാഹ്, സാമ്പത്തികമായ അഭിവൃദ്ധി നൽകണേ അല്ലാഹ്, രോഗങ്ങളെ തൊട്ട് കാക്കണേ റഹ്മാനെ. ഞങ്ങളെ മുറാദുകൾ ഹാസിലാക്കിക്കൊണ്ട് അല്ലാഹ് ഞങ്ങളെ ഹാജത്തുകൾ നിറവേറ്റണേ അല്ലാഹ്. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا وإياهم بمغفرتك يا أرحم الراحمين يا أرحم الراحمين يا أرحم الراحمين. صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. السلام عليكم ورحمة الله وبركاته.